ഈ സംഭവം ഒരു സിവിൽ കേസാണ്. ആ സിവിൽ കേസ് നടത്താനുള്ള ഒരു എഫിഷ്യൻസിയുടെ കുഴപ്പമൊക്കെ ആർക്കുണ്ട്? ആ കുടുംബാംഗങ്ങൾക്കുണ്ട്. അവർ കുറച്ചുകൂടി പാവപ്പെട്ട സാധാരണക്കാരായിട്ടുള്ള ആളുകളാണ്. പിന്നെ സുപ്രീം കോടതിയിലൊന്നും ഒരു കേസ് എടുത്തുക എന്ന് പറഞ്ഞാൽ നിസ്സാര കാര്യമല്ല. ചെന്നിട്ടൊരു വക്കീലിനെ കാണുന്നതിന് വേണം 1,00,000 രൂപ, സംസാരിക്കുന്നതിന് വേറെ കൊടുക്കണം. നിങ്ങൾക്ക് അതിനെക്കുറിച്ചൊക്കെ എത്ര ധാരണ ഉണ്ടെന്ന് എനിക്കറിയില്ല. ഇപ്പം കപിൽ സിബൽ അദ്ദേഹത്തിൻ്റെ ഒരു ഇത് പുറത്തിറക്കിയിട്ടുണ്ടായി, അതായത് റേറ്റ് ഫോണിലൂടെ ഒരു അഡ്വൈസ് ചോദിക്കണതിന് 5,00,000 രൂപ, നേരിട്ട് കണ്ട് സംസാരിക്കണതിന് 15,00,000 രൂപ, ഒരു തവണ കോടതി കയറണതിന് 20,00,000 രൂപ, ഒരു തവണ കയറിയിട്ട് അടുത്ത തവണത്തേക്ക് മാറ്റി വെക്കാന്ന് പറഞ്ഞാൽ അതിന് 20,00,000 രൂപ കൊടുക്കണം. അപ്പം ഞാൻ പറഞ്ഞ ഒരു പ്രമുഖരായിട്ടുള്ള അഡ്വക്കേറ്റ്. അപ്പം ഇത്തരത്തിൽ പല ആളുകളുടെയും സ്വാധീനം, പ്രത്യേകിച്ച് ഒരു സമ്പന്നനായിട്ടുള്ള ഒരാളുമായിട്ട് കേസ് എടുത്തുമ്പോൾ അത്തരത്തിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അല്ലാതെ ഇത് രാവിലെ എഴുന്നേറ്റ് ഇപ്പം നമുക്ക് എല്ലാവർക്കും ഇപ്പോൾ ഒരു സുഖമുള്ള കാര്യം എന്ന് പറഞ്ഞാൽ പിണറായിനെ കണ്ട് ചീത്ത പറയാന്നുള്ളത്. അതിൽ നിന്ന് ഇപ്പോഴും മാധ്യമങ്ങൾ വിട്ടുമാറിയിട്ടില്ല. അതുകൊണ്ട് രാവിലെ എഴുന്നേറ്റ് എന്ത് ചെയ്യുന്നു, പിണറായിനെ കുറ്റം പറയുന്നു എന്നുള്ളത് മാത്രമേ ഉള്ളൂ. മനസ്സിലായി? അല്ലാതെ സജീന്ദ്രനാണ് ഇപ്പോൾ അവിടുത്തെ MLA. യഥാർത്ഥത്തിൽ അദ്ദേഹവും കൂടി ഇടപെട്ടുകൊണ്ട് ഈ പ്രശ്നത്തിന് പരിഹാരം കാണാൻ എളുപ്പമല്ല. കാരണം എന്ന് വെച്ചാൽ അവർക്ക് ഇപ്പോൾ നാളെ വേറെ എവിടെയെങ്കിലും മാറ്റി പാർപ്പിക്കണമെങ്കിൽ തന്നെ 2.5 ഏക്കർ മേടിച്ചു കൊടുക്കാൻ ഗവൺമെൻറ്റിനെ കൊണ്ട് പറ്റില്ല. ഗവൺമെൻറ് കൂടിയെന്നുണ്ടെങ്കിൽ ഒരു 5 സെൻറ്റ് സ്ഥലത്തോ അല്ലെങ്കിൽ സാധാരണ സ്ഥലത്തോ അവരെ കൊണ്ടുപോയി താമസിപ്പിക്കാനേ പറ്റുള്ളൂ. അങ്ങനെ താമസിപ്പിക്കുമ്പോഴും അടുത്ത പ്രശ്നമുണ്ട്. അവരുടെ ഉപജീവന മാർഗം എന്തായിരിക്കും, എങ്ങനെയാണ് അവർ ജീവിച്ചു പോവുക, തൊട്ടടുത്ത് തൊഴിൽ പോകാനുള്ള സാഹചര്യങ്ങളുണ്ടോ എന്നുള്ളതെല്ലാം പരിശോധിച്ചുകൊണ്ട് ആ സ്ഥലം ചെയ്യാൻ പറ്റുള്ളൂ. ഇനി ഇത് ചെയ്താൽ അടുത്തൊരു വിഷയം കൂടി ഉണ്ടാവും. ഇതുപോലെയുള്ള മറ്റു ഒരു 25 കേസ് കൂടി പൊങ്ങി വരാനുള്ള സാധ്യതകൾ കൂടിയുണ്ട്. അപ്പം അതുകൊണ്ട് അതെല്ലാം പരിഗണിച്ചുകൊണ്ട് ഇത് നിൽക്കാൻ പറ്റുള്ളൂ. നാളെ ഇന്ന് രാവിലെ സതീശന് ഇത് തീർക്കണമെന്നോ അല്ലെങ്കിൽ ഇത് പിണറായി തീർത്തില്ലെന്നോ പറയുന്നത് രണ്ടിനും അടിസ്ഥാനമില്ല എന്നുള്ളതാണ് എനിക്ക് പ്രിയപ്പെട്ട പ്രേക്ഷകരോട് സത്യസന്ധമായി പറയാനുള്ളത്. ഒരു രാഷ്ട്രീയ നേട്ടങ്ങളൊക്കെ ഉണ്ടാക്കാൻ ഇതിലെല്ലാവരും ശ്രമിക്കും സ്വാഭാവികമായിട്ടും. അതിൽ ഏറ്റവും വലിയ അബദ്ധം പറ്റിയത് ഈ പറയുന്ന ഇപ്പോഴത്തെ ഗവൺമെൻറ്റാണ്. ഇപ്പോഴത്തെ ഗവൺമെൻറ് പോലീസ് നടപടി ഉണ്ടാകാതിരിക്കേണ്ടതായിരുന്നു. ഈ ഉണ്ടായത് ഗൂഢാലോചന കൊണ്ടാണെങ്കിൽ അത് 2 ദിവസം കൊണ്ട് അന്വേഷിച്ച് അതിൻ്റെ റിപ്പോർട്ട് കൂടി പുറത്ത് പൊതുജനങ്ങളോട് പറയേണ്ടതാണ്. ഞങ്ങൾ ചെയ്തതല്ല, പകരം ഞങ്ങളുടെ ഗവൺമെൻറ്റിൻ്റെ പോലീസ് ഉദ്യോഗസ്ഥർ തെറ്റായിട്ട് ചെയ്താണ്. പോലീസ് ഉദ്യോഗസ്ഥർ തെറ്റായിട്ട് ചെയ്താണെന്നും പറയാൻ പറ്റില്ല. എന്താ കാര്യമെന്ന് അറിയോ? സുപ്രീം കോടതിയുടെ ഒരു ഉത്തരവായിട്ട് വന്ന് ഒരു പോലീസ് സ്റ്റേഷനിൽ വന്ന് DYSPയുടെ അടുത്ത് SP അടുത്ത് വന്നിട്ട് എന്നെ പ്രൊട്ടക്ഷൻ കൊടുക്കണമെന്ന് കൊടുക്കാതിരിക്കാൻ പറ്റുമോ? ഗവൺമെൻറ് നാളെ മാറിപ്പോവും, ചിലപ്പോൾ വേറെ ആൾ വരും. മറ്റേ IAS എന്ത് കിട്ടും? കോടതിയെ ലക്ഷ്യത്തിന് കോടതി പോയിട്ടുണ്ടെങ്കിൽ വീണ്ടും ഇത് യാഥാർത്ഥ്യമായിട്ടുള്ള കാര്യമാണ്. അതാണ് ഗവൺമെൻറ് മിണ്ടാത്തത്. അല്ലാതെ രമേശ് ചെന്നിത്തലയ്ക്ക് ഇത് 1 മണിക്കൂർ കൊണ്ട് 2 മണിക്കൂർ കൊണ്ട് ഈ സംഭവത്തിൻ്റെ കാര്യങ്ങളൊക്കെ അദ്ദേഹം പറഞ്ഞിട്ടുണ്ടാവും. അദ്ദേഹത്തിന് റിപ്പോർട്ടൊന്നും കിട്ടാത്ത ഒരാളല്ല. പക്ഷെ മിണ്ടാൻ പറ്റാത്തത് ഇതുകൊണ്ടാണ്. സുപ്രീം കോടതി ഉത്തരവാണ്, അത് ശരിയായില്ല നടപ്പാക്കിയത്, പോലീസ് നടപ്പാക്കിയത് ശരിയായില്ലെന്ന് പറയാൻ പറ്റുമോ?